വൈകിട്ട് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ കൂട് കിട്ടിയത്. ഇത് കഴിഞ്ഞ ദിവസം അമ്മ കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എങ്കിലും നമ്മുടെ കിഴങ്ങാണ്, നമ്മുടെ സാധാ കിഴങ്ങല്ല, ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണ് ഇതാ ഈ കൂടിനകത്തുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല എങ്കിൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും കട്ടപ്പനയ്ക്ക് പോകണം, അതുകൊണ്ട് നമുക്കിത് കഴുകി റെഡിയാക്കിയിട്ട് വെച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ വന്ന് കഴിയുമ്പോൾ ഇത് കുക്കറിനകത്ത് വെച്ചാലും മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ആ വെള്ളത്തിൽ ഉരച്ച് കഴുകുകയാണ്. ഇതിനകത്ത് നമ്മൾ മണ്ണിൽ നിന്നെടുത്ത സാധനം ആയതുകൊണ്ട് അതിനകത്ത് അത്യാവശ്യം ചെളിയും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഒലച്ചൊലച്ചൊല അങ്ങോട്ട് കഴുകി. അത് കഴുകി കഴിയുമ്പോഴത്തേക്ക് ഒരു വയലറ്റ് കളറിലായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ തൊലി നമ്മൾ ചെത്തേണ്ട ആവശ്യമില്ല, അല്ല തൊലി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ പുഴുങ്ങി കഴിഞ്ഞാണ് ഇത് തൊലി പൊളിച്ചാണ് തിന്നുന്നത്. അതുകൊണ്ട് തന്നെ അതേ തൊലിയൊന്നും കളഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് അങ്ങോട്ട് കപ്പ കൊത്തുന്ന പോലെ രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ എന്നിട്ട് മുറിച്ച് വെച്ച്, നമ്മൾ പുഴുങ്ങാനായിട്ട് കപ്പ മുറിക്കില്ലേ അതുപോലെ തന്നെ അങ്ങോട്ട് പൊളന്നൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കുക്കർ അങ്ങോട്ട് കൊണ്ടുവന്നു. അതിനകത്തേക്ക് ഓരോന്നും വാരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കുക്കറിനകത്ത് വെച്ച് വേവിക്കുന്നത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അല്ലാതെ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചാലും മതി, കാരണം ഒത്തിരി വേവൊന്നുള്ള സാധനമല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്തേക്ക് പെറുക്കിയിടുകയാണേ. അല്ലാതെ വെക്കുമ്പോഴത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. ഒരുപാട് ഉപ്പ് വേണ്ട, ഇതിന് മധുരമായതുകൊണ്ടേ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് അത്യാവശ്യം ഇച്ചിരി ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ വേവിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുക്കറിനകത്തിരുന്ന് ഒന്ന് ചീറ്റട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അത്രയും ചീറ്റുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അങ്ങോട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചീറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ആവിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വേകും. അല്ലാതെയാണ് വെക്കുന്നത്, നമ്മൾ കുക്കറിലല്ല വെക്കുന്നതെങ്കിലും ഇച്ചിരി നേരം ഇരുന്നാൽ മതി. ഒത്തിരി നേരം നിന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ വേഗുന്ന സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതേ പരുവത്തിലായി പോയി കേട്ടോ. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഉറക്കിയേ ഇപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കിടക്കുമായിരുന്നു, വെന്ത് പോയ പോലിരുന്നു. പക്ഷേ ഇത് നമ്മൾ തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പാകത്തിലാണ് കേട്ടോ കിടന്നത്. അപ്പം നമ്മളിത് കുക്കറിനകത്ത് ബിസിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് നിർത്തി വെച്ച് ഇതുപോലൊരു പരുവത്തിൽ കിട്ടി. പിന്നെ നമ്മൾ നേരെ ഇത് അരിപ്പപ്പാത്രമില്ലേ നമ്മുടെ, അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അച്ചാറോ പിന്നെ നല്ല മത്തിക്കറി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതൊക്കെ കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.